ഇങ്ങനത്തെ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോണിൽ തന്നെ എടുക്കാൻ പറ്റിയ ഒരു ജെൻഡറാണ് ലോക്കി ഫോട്ടോഗ്രാഫി. ഇതിന്റെ ഒരു ട്യൂട്ടോറിയലോ കാര്യമൊന്നും ഞാൻ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് DSLR എടുക്കുന്നതായിരിക്കും. നമുക്കിങ്ങനെ ഫോണിൽ അത് വളരെ എളുപ്പത്തിൽ എടുക്കാമെന്ന് നോക്കാം. ഇപ്പൊ ഈ ലോക്കി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡാർക്ക് ഇമേജ് ആയിരിക്കും. ആ ഒരു ഡാർക്ക് ഇമേജിൽ നമുക്ക് വേണ്ടുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ലൈറ്റ് കൊണ്ട് ഒരു ഹൈലൈറ്റ് കൊടുക്കുന്നതിനാണ് ലോക്കി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ എടുത്ത ഫോട്ടോസ് ഞാൻ എടുത്ത ഫോട്ടോസ് അല്ല, പെങ്ങളുടെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഫോണിൽ എങ്ങനെ ഈ ഫോട്ടോസ് എടുക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് DSLR-ൽ അവളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആയിട്ടുള്ളൊരു തുണിയോ കാര്യങ്ങളോ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് അവൾ സബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്യുന്നതാണ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം കിട്ടുന്ന രീതിയിൽ സബ്ജക്റ്റിനെ ഒന്ന് ഫ്രെയിം ചെയ്യാം. പിന്നെ മാക്സിമം സബ്ജക്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് പുറകിലത്തെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. മാക്സിമം സബ്ജക്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് ഒന്ന് നിർത്തിയേക്കാം. ലൈറ്റ് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ച് സബ്ജക്റ്റിനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പം ഫ്ലാഷ് അടിക്കുമ്പോൾ മാക്സിമം സൈഡിൽ നിന്ന് ഫ്ലാഷ് അടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്നും അധികം വെട്ടം ചെല്ലത്തില്ല. സൈഡിൽ നിന്ന് നമ്മുടെ സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഫ്ലാഷ് അടിക്കാൻ നോക്കുക. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് എക്സ്പോഷർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനെ മാത്രമായിട്ട് ഹൈലൈറ്റ് കിട്ടുകയും ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇമേജിൽ വരത്തുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കാം. നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ മാജിക്കൽ.